പാരിസ്ഥിതികമായിട്ടുള്ള പഠനങ്ങളൊന്നും ചെയ്യാതെ തന്നെ കേരളത്തിൽ വലിയ തോതിലുള്ള വികസന പദ്ധതികൾ ഇവരങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം മണലൂറ്റ് പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ നോക്കൂ, അത് എത്രമാത്രം കേരളം പോലെ സംസ്ഥാനത്ത് ഒരു പഠനവും കൂടാതെ നേരത്തെ തള്ളിക്കളഞ്ഞൊരു പദ്ധതി തന്നെ വീണ്ടും പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പ്രളയം 2 തവണ വന്നുപോയ സ്ഥലത്ത് ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ഇവർ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ മനസ്സിലാവേണ്ടത്. ഒന്നത്. രണ്ട്, ഇവിടെ എസ് കെ സജീഷ് അദ്ദേഹം ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലെ കേമത്വം പറഞ്ഞു. വാസ്തവത്തിൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 58 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്നത്, കേരളത്തിലെ 4 കോടി ജനസംഖ്യയിൽ 58 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത്, വാസ്തവത്തിൽ അത്രയും പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടി വരേണ്ട സാഹചര്യം ഇല്ലാത്തതാണ് ഒരു ഗവൺമെന്റിന്റെ കേമത്വമായി പറയേണ്ടത്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ 1600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി 6 മാസമായി കാത്തിരിക്കുകയും അത് കിട്ടാതെ പിച്ചച്ചട്ടി എടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിന്റെ ഒരു തെറ്റായ പ്രതിച്ഛായയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്. രണ്ട്, ഇതുപോലെ വേറെ ഏതെങ്കിലും സംസ്ഥാനം കൊടുക്കുന്നുണ്ടോ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ്. ഇത് ക്ലാരിറ്റി വരുത്തി പോകേണ്ടതുണ്ട്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അത് ഭിന്നശേഷിയുള്ളവർക്ക്, വിധവാ പെൻഷൻ ഉള്ളവർക്ക്, അങ്ങനെ സമൂഹം ചേർത്ത് നിൽക്കാൻ ആവശ്യമായ ആളുകൾക്ക് കൂടി ഉള്ളതാണ്. അതുകൊണ്ട് ഈ 68 ലക്ഷം അല്ലെങ്കിൽ 58 ലക്ഷം എന്നിപ്പോൾ അബിൻ വർഗി പറയുന്നു, അത് മുഴുവനും കേരളത്തിന്റെ സാമ്പത്തിക പരാധീനത ചൂണ്ടിക്കാണിക്കുന്ന ഒരു കണക്കല്ല. മാധു, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ഷേമ പെൻഷൻ കൂടുതൽ പേർക്ക് കൊടുക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്തിന്റെ കൂടുതൽ കേമത്വമായി ചൂണ്ടിക്കാണിക്കാനില്ല. മറിച്ച് നമുക്കറിയാം, ഇത്തരം വിഭാഗങ്ങളുടെയൊക്കെ കണക്കെന്ന് പറയുന്നത് ഈ പറയുന്ന ലക്ഷങ്ങൾ വരില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നു, സജീഷ് പറഞ്ഞൊരു കാര്യം എന്താ, വേറെ ഏതെങ്കിലും സംസ്ഥാനം ഇതുപോലെ കൊടുക്കുന്നുണ്ടോ? ഏറ്റവും കൊടുക്കുന്നത് കേരളമാണത്. പച്ചക്കള്ളമാണ്. BJP ഭരിക്കുന്ന ഹരിയാനയിൽ ഈ 5 ദിവസം മുമ്പാണ് 2750 രൂപ ഉണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുഴുവൻ 3000 വർദ്ധിപ്പിച്ചത്. കേരളത്തിലേതുപോലെ 1600 അല്ല. അവിടെ 6 മാസമോ 8 മാസമോ ആയിട്ട് ആളുകൾ കുടിശ്ശികയായിട്ട് കാത്തിരിക്കുന്നില്ല. അവിടെ 3000 രൂപയാണ് കൊടുക്കുന്നത്. കേരളത്തിന്റെ ഇരട്ടിയാണ് കൊടുക്കുന്നത് BJP ഭരിക്കുന്ന ഹരിയാനയിൽ. ഏകദേശം കേരളവുമായി സമാനമായിട്ടുള്ള സാമ്പത്തികവും അല്ലെങ്കിൽ ജനസംഖ്യാപരവുമായിട്ടൊക്കെ ഏകദേശം സമാനതകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് സജീഷ്, ഈ മാധ്യമങ്ങളിലൂടെ വന്നിട്ട് CPM സ്ഥിരമായി പറയുന്ന ഈ കള്ളം ഇവിടെ ആവർത്തിക്കരുത്. BJP ഭരിക്കുന്ന സംസ്ഥാനം തന്നെ ഇതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളും ഈ സമാനമായിട്ടുള്ള രീതിയിൽ പണം കൊടുക്കുന്നവരുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ നേരത്തെ ഒരു വിഷയം സംസാരിച്ചിരുന്നു കഴിഞ്ഞ എൻ്റെ ടേമിൽ. കേരളത്തിന്റെ പ്രശ്നം എന്താ? ഈ ഇത്തരം കാര്യങ്ങളിലല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കേരളം മുന്നോട്ട് പോകണമെങ്കിൽ, കേരളം സാമ്പത്തികമായി വികസിക്കണമെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ ടാക്സ് ബേസ് വർദ്ധിക്കണം, നികുതി ബേസ് വർദ്ധിക്കണം. അതിനെന്ത് ചെയ്യണം? മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം, കൂടുതൽ വ്യവസായങ്ങൾ വരണം. അങ്ങനെ വ്യവസായങ്ങൾ ഇവിടെ ഉൽപ്പാദനം തുടങ്ങണം. ഉൽപ്പാദനം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉൽപ്പാദക സംസ്ഥാനമായ കേരളത്തിലേക്ക് കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകും. അതിനനുസരിച്ചുള്ള പോളിസികൾ ഉണ്ടാവണം. ഇവിടെ ആ പോളിസികളില്ല. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കേരളം ഇപ്പോൾ ഈ സൂര്യോദയമാണ്, അതല്ലെങ്കിൽ കേരളത്തിൽ ഇതാ ഇൻവെസ്റ്റേഴ്സിന് നല്ല കാലമാണെന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ കോവിഡാനന്തര കാലത്ത് നമ്മുടെ രാജ്യത്തേക്ക് വന്ന FDIയിൽ എത്ര രൂപ കേരളത്തിലേക്ക് വന്നു എന്ന് പറയാൻ തയ്യാറുണ്ടോ? ഒരുപാട് പേരെ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി പല രാജ്യങ്ങളിലൂടെയും പോകുന്നുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രി പോയ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന നിക്ഷേപത്തിന്റെ കണക്കൊന്ന് പറയാമോ? ഇവിടുത്തെ മലയാളികളായിട്ടുള്ള വിദേശ മലയാളികൾ ഒഴികെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അന്താരാഷ്ട്ര നിലവാരത്തിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന, തൊട്ടപ്പുറത്ത് തമിഴ്നാട് നോക്കുന്നു, നിങ്ങൾ ആപ്പിൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ബാംഗ്ലൂരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നോയിഡയിൽ, ഉത്തർപ്രദേശിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും കളിയാക്കുന്ന ഉത്തർപ്രദേശിലാണ് FDI കോവിഡാനന്തര കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ FDI വന്നിട്ടുള്ളത് UPയിലാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഒരു മത്സര സ്വഭാവത്തോടു കൂടി വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്ന സമയത്ത് കേരളത്തിൽ നടക്കുന്ന എന്താ? കേരളത്തിന് അതിനനുസരിച്ച് സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ? ഇവിടെ ഈ വാചക കസർത്തും ഈ നേരത്തെ ഉണ്ടായിരുന്ന നെടുങ്കൻ പ്രസംഗങ്ങളും പിന്നെ ആശാന്റെ കവിതയും ഒക്കെ ചൊല്ലിക്കൊണ്ടുള്ള ബജറ്റ് പ്രസംഗങ്ങൾക്കും അപ്പുറം ക്രിയാത്മകമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല.